വന്നല്ലോ മാറണം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പോൾമൂട് പൊളിമൂടിൽ അഖിൽ മാരാറാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞപ്പം എല്ലാ പാർട്ടികളിലും അഖിൽ മാരാർ എന്നുള്ളൊരു പേര് കേട്ടായിരുന്നു. അത്രയ്ക്ക് ഡിമാൻഡ് ആണോ അഖിൽ? പിഷാരടി ഒരു മറുപടി പറഞ്ഞായിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാൻ പിഷാരടി എന്ന് പറഞ്ഞ വ്യക്തിയെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 2020 രാഷ്ട്രീയ പാർട്ടിയിൽ ചില വന്ന അവരെയൊക്കെ പരിഹസിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാനൊരു പൊതു ചോദ്യം ചോദിച്ചു. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. പിഷാരടിയോട് എനിക്കൊരു വ്യക്തിപരമായൊരു ദേഷ്യമുണ്ടായ ഇൻസിഡന്റ് ഉണ്ട്. അത് ഞാൻ നാളിതുവരെ ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചൊരു കൈലടിയുടെ ഒരു പ്രോഗ്രാം മമ്മൂക്ക ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ദുബായിൽ വെച്ച് നടന്നിട്ടുള്ളതാണ്. ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. അന്ന് ആ വേദി വെച്ചിട്ട് ജോജു ജോർജ് ഇറങ്ങിപ്പോയത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം. ജോജു ജോർജ് എന്താണ് ആ വേദി കയറാതിരുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം. പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അതിന് എത്ര വൃത്തികെട്ട മനസ്സോട് കൂടിയിട്ടാണ് ഈ രമേശ് പിഷാരടി അവിടെ കളിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണം. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി. എനിക്ക് ആ ഒരു ദേഷ്യം മനസ്സിലുണ്ട്. ജോജുവിനെ ആ വേദി കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കളികൾ കളിച്ചതിൽ ഒരു പ്രധാന ഈ പിഷാരടി. നിങ്ങൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം കമ്മിറ്റി കാണിക്കരുത്. ആരാണ് യോഗ്യൻ ആരാണ് അയോഗ്യൻ എന്ന് ജനം തീരുമാനിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ അയാളെ വ്യക്തിപരമായിട്ട് വരാം. അവിടെ പാലക്കാട് പോയി തോക്കാൻ പോകുന്ന ഒരാൾക്കെതിരെ ഞാൻ ഇവിടെ കിടന്ന് പറയേണ്ട കാര്യം. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എതിരാളിയുടെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ട് അയാളെ അഭിനന്ദിച്ചുകൊണ്ട് മത്സരിച്ച് ജയിക്കും. എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ പേഴ്സണലി ഒരിക്കലും ചെയ്യും. രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കുന്ന കാശുണ്ടാക്കുന്നു, അയാളെ ലക്ഷറി ലൈഫ് ജീവിക്കാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. നീ ഏതെങ്കിലും പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നിങ്ങൾക്ക് പഴയ പണിയാണ് നല്ലത് കേട്ടോ.